വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഷഷ്ട്യബ്ദപൂർത്തി ആഘോഷങ്ങളുടെ സമാപന പരിപാടിയിലേക്ക് കടക്കുമ്പോൾ സേവാ സുരക്ഷ സംസ്കാരം, സുരക്ഷ എന്നതുകൊണ്ട് ദേശീയ സുരക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ദേശീയ മാനബിന്ദുക്കൾ അപകടപ്പെടുന്നതായ സാഹചര്യം നിലനിൽക്കുന്നു. നമ്മുടെ ഗോസമ്പത്ത് ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ ദുരന്തമാണ്. ഗോവംശനാശം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗോമാംസം ഭക്ഷിക്കുന്നതിന് വേണ്ട വലിയ പ്രചരണം കൊടുക്കുന്നതിന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗോമാംസ ഫെസ്റ്റിവൽ നടത്തുന്ന ആളുകളെപ്പോലും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സുരക്ഷിതരല്ല എന്ന് പറയാൻ നിർബന്ധിതമായി തീരുന്നു. പൊതുവിൽ ഭാരതത്തിൽ, കേരളത്തിൽ സ്ത്രീകൾ നേരിടുന്ന സുരക്ഷിതത്വ പ്രശ്നം അതീവ ഗുരുതരമാണ്. ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ജീവന് സുരക്ഷിതത്വമില്ല. പൊതുവിടങ്ങളിൽ, കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ സ്ത്രീകളും പെൺകുട്ടികളും വിദ്യാർത്ഥിനികളും ഒന്നും തന്നെ സുരക്ഷിതരല്ല എന്ന് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ മറ്റൊരു രൂപമാണ് ലവ് ജിഹാദിൻ്റെ ഇരയാക്കപ്പെടുന്നവർ, നിരപരാധികളായ പെൺകുഞ്ഞുങ്ങൾ. കപട സ്നേഹത്തിൻ്റെ മറവിൽ ചതിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്, അവസാനം മരണത്തിലേക്ക് പടവുകൾ കയറുന്ന അതിദാരുണമായ ഒരു ദുരന്തമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഏത് തരത്തിൽ നോക്കുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നാം ഒന്ന് വിലയിരുത്തുമ്പോൾ, ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭാരതഭൂമി തന്നെ ഇറാൻ മുതൽ ബ്രഹ്മദേശം വരെയും കൈലാസം മുതൽ കന്യാകുമാരി വരെയും അങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു മഹായോഗീശ്വരൻ നിവർന്ന് കിടക്കും പോലെ ആയിരുന്നു ഭാരതമെങ്കിൽ ആ ഭാരതാംബയെ വെട്ടിമുറിച്ചപ്പോൾ ഈ രാഷ്ട്രത്തിലെ പൊതുസമൂഹം, ഈ രാജ്യത്തെ ദേശീയ ജനത അതിനെതിരെ അനങ്ങാമ്പാറ നയം സ്വീകരിച്ചത് ഒരു കാരണമാണ്. മറ്റൊരു കാരണമാണ് ഈ രാജ്യത്ത് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഈ രാജ്യത്ത് താമസിച്ചുകൊണ്ട് ഇവിടുത്തെ ഉപ്പും ചോറും ഭക്ഷിച്ചുകൊണ്ട് ഈ നാടിനെതിരായി സംസാരിക്കുന്ന ഒരു ജനവിഭാഗം ലോകരാജ്യങ്ങളിൽ മറ്റൊരിടത്തും കാണാൻ നമുക്ക് കഴിയുകയില്ല. വാസ്തവത്തിൽ ഇക്കൂട്ടർ രാജ്യദ്രോഹികൾ തന്നെയല്ലേ, രാജ്യസ്നേഹികളല്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും അവരുടെ കരങ്ങളിലുമാകുന്നു, അവരുടെ ശക്തിയിലാവുന്നു, അവരുടെ മനസ്ഥിതിയിലാവുന്നു, അവരുടെ ബുദ്ധിയിലും യുക്തിയിലും ശക്തിയിലുമാകുന്നു. അപ്പോൾ ഇതിനെയെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ ദൗത്യം പരമപ്രധാനമായി ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനതയെയും ദേശസ്നേഹമുള്ള ഉത്തമ വ്യക്തിത്വങ്ങളായി മാറുന്നതിന് വേണ്ടതായ പദ്ധതികളും പരിപാടികളും ദേശീയ മാനബിന്ദുക്കളെ അംഗീകരിക്കുകയും അതിനോട് അനുഭാവപൂർവം, ഭക്തിയാദരപൂർവ്വം അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന, ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനപുരസരം മാനിക്കുന്നതായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഗോസമ്പത്ത്, നമ്മുടെ കൃഷിക്കാർ, നമ്മുടെ സൈനികർ, നമ്മുടെ മാതൃസങ്കല്പം എന്ന് തുടങ്ങി നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ തനിമയെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരമപ്രധാനമായ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തോടു കൂടി നമുക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട്. ഇവിടെയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും മഹാക്ഷേത്രങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭരണകൂടങ്ങളും അതേപോലെ തന്നെ ഈ രാജ്യത്തെ മതേതരത്വവാദികളെന്ന് അവകാശപ്പെടുന്ന കപട മതേതരത്വവാദികളും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന, അതിനെ ദുരുപയോഗം ചെയ്യുന്ന ചില രാഷ്ട്രീയ നേതൃത്വങ്ങളും ചെയ്യുന്നത് എന്താണ്? ഇന്ന് ഹൈന്ദവ സമാജത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ട് ക്ഷേത്ര ചൈതന്യത്തെ തകർക്കുന്നതിന് വേണ്ടതായ നടപടികളുമായി മുന്നേറുന്നതായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിന് അറുതി വരുത്തണമെങ്കിൽ ദേശസ്നേഹികളായിട്ടുള്ള ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി ഇന്ന് രംഗത്ത് ഇറങ്ങേണ്ടതായ സാഹചര്യമാണ്. ക്ഷേത്രങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ തനിമയുടെ ഉദാത്തമായ മാതൃകകളാണ് എങ്കിൽ അത് ഹൈന്ദവന്
അത് ഭക്തജനകോടികൾക്ക് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അതിനകത്ത് കപട മതേതരത്വവാദികളായ, നിരീശ്വരവാദികളായ, ആചാരങ്ങളെ ലംഘിക്കുന്നവരായിട്ടുള്ള, ആചാര ലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതായ രാഷ്ട്രീയക്കാർക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുവാൻ ഹൈന്ദവ സമൂഹം തയ്യാറാവണം. അതിന് നേതൃത്വം കൊടുക്കുവാൻ വിശ്വ ഹിന്ദു പരിഷത്ത് സർവാത്മന തയ്യാറാണ്. മുഴുവൻ ഹൈന്ദവ സമൂഹവും ജാതിയുടെയും മതത്തിൻ്റെയും അതേപോലെ തന്നെ നിറത്തിൻ്റെയും ഉപജാതിയുടെയും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഈ രാഷ്ട്രത്തിൻ്റെ സർവ്വതോന്മുഖമായ ഐശ്വര്യത്തിനു വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വമാണ് ഏറ്റവും അധികം പരമപ്രധാനമായി നാം കാണേണ്ടത്. പാകിസ്ഥാനും ബംഗ്ലാദേശും മ്യാൻമറും ഒക്കെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നെങ്കിൽ എന്തിനേറെ മാലിദ്വീപ് സമൂഹം അടക്കം, ശ്രീലങ്കയടക്കം ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു എങ്കിൽ, അഫ്ഗാനിസ്ഥാൻ അടക്കം ഇന്ന് അതെല്ലാം തന്നെ ശത്രു രാജ്യങ്ങളാക്കി നിർത്തുന്നതിന് ലോകരാഷ്ട്രങ്ങളിലെ പ്രമുഖരായവർ പോലും തയ്യാറാവുന്ന, അവരുമായി ചങ്ങാത്ത ഉറപ്പിക്കുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ദേശീയ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഭാരതം ആഭ്യന്തരമായും ബാഹ്യമായും വെല്ലുവിളികളെ നേരിടുന്നതായ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു. ഇവിടെ നാം കാണേണ്ടത് ഈ രാഷ്ട്രം ഭോഗഭൂമിയല്ല, മറിച്ച് കർമ്മഭൂമിയാണ്, മോക്ഷഭൂമിയാണ്, സർവേശ്വരനാൽ നിർമ്മിതമായ ഭൂമിയാണ്, സവിശേഷതകളാൽ സമ്പന്നമായ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തെ അന്തിമമായി ഒരു ശക്തിക്കും തകർക്കാനാവില്ല എന്നത് ഇന്ന് ഓരോ ദിവസവും ദിനം പ്രതി എന്നോണം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖണ്ഡിതമാകിയ ഭാരതഭൂമിയെ വീണ്ടും ഒരുമിപ്പിക്കുവാൻ അഖണ്ഡ ഭാരത സങ്കല്പം യാഥാർത്ഥ്യമാകും. അതിനുവേണ്ടി ഭാരതീയ ജനസമൂഹം ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ സുരക്ഷിതത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയണം. അതിനുവേണ്ടി മുഴുവൻ യുവശക്തിയും ഭാരതത്തിൻ്റെ മണ്ണിൽ കയ്യും മെയ്യും മറന്ന് രാഷ്ട്രത്തിൻ്റെ ദേശീയ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്, അതേപോലെ തന്നെ നമ്മുടെ ഗോസമ്പത്ത്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അതിർവരമ്പുകൾ, ഇതെല്ലാം തന്നെ സുരക്ഷിതമായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ തനിമയുടെ മാനബിന്ദുക്കളായി വിരാജിക്കുന്ന മഹാക്ഷേത്രങ്ങൾ അടക്കമുള്ള മാനബിന്ദുക്കളെയും ദേശീയ ചിഹ്നങ്ങളെയും സംരക്ഷിക്കപ്പെടുന്നതിന് ഓരോ ഭാരതീയനും, ഓരോ ഹിന്ദുവും ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം.